ഇസ്രായേലിന്റെ ആയുധ കമ്പനികളിൽ UAEയുടെ സാമ്പത്തിക നിക്ഷേപം. അറബ് മേഖലയിൽ പ്രതിഷേധം ആളിക്കത്തുകയാണ്. യുദ്ധവുമായി ബന്ധപ്പെട്ട് വലിയ ദുരിതവും പ്രയാസവും അനുഭവിക്കുന്ന ഈ ഘട്ടത്തിൽ ഇസ്രായേലുമായി ഒരു ആയുധ കരാർ ഉണ്ടാക്കിയ രീതി ശരിയല്ല എന്നുള്ളതാണ് മിഡിൽ ഈസ്റ്റിലെ വ്യത്യസ്തമായിരിക്കുന്ന രാഷ്ട്ര ഭരണാധികാരികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് അഭിപ്രായങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തിനാണ് ഇസ്രായേൽ ഇങ്ങനെ നിക്ഷേപം നടത്തിയത് എന്ന ചോദ്യത്തിന് UAE നൽകുന്ന മറുപടിയുണ്ട്. ആ മറുപടി തൃപ്തികരമല്ല എന്നും പറയുന്നു. ഇസ്രായേലിന്റെ തേർഡ് ഐ സിസ്റ്റം കമ്പനിയിൽ $10 മില്യൺ നിക്ഷേപം UAE നടത്തിയിട്ടുണ്ട്. അന്താരാഷ്ട്ര മീഡിയകളുടെ വലിയ പ്രതിഷേധത്തോടനുബന്ധിച്ച് ഇതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണം പുറത്തിറക്കി. പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഇസ്രായേൽ കമ്പനിയുടെ 30% ഓഹരി UAEയിൽ പ്രവർത്തിക്കുന്ന എഡ്ജ് കമ്പനിയാണ് വാങ്ങിയത്. അതിന് അവർ പറയുന്നത് ഡ്രോണുകൾ, ആളില്ല ആകാശ വിമാനങ്ങൾ എന്നിവ കണ്ടെത്തുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത ഇലക്ട്രോ ഒപ്റ്റിക്കൽ സൊല്യൂഷനുകളിൽ വൈദഗ്ധ്യം നേടിയ കമ്പനിയാണ്. തങ്ങളുടെ രാജ്യത്തിൻ്റെ അകത്ത് മറ്റൊരു രാജ്യത്തിൻ്റെ വിമാനങ്ങളോ നിരീക്ഷണമായിരിക്കുന്ന ഡ്രോണുകളോ ഉണ്ടെങ്കിൽ അതീവ രഹസ്യമായ രീതിയിൽ കാണാനുള്ള AI അധിഷ്ഠിത സംവിധാനത്തിലാണ് തങ്ങൾ നിക്ഷേപിച്ചത്. ഇതാണ് തങ്ങൾക്ക് ആവശ്യമുള്ളത്. അല്ലാതെ ആയുധങ്ങളോ വെടിക്കോപ്പുകളോ അതുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളോ നിർമ്മിക്കുന്ന ഒരു കമ്പനിയിലല്ല പണം നിക്ഷേപിച്ചത് എന്നാണ് UAE ഇതിന് പറയുന്ന ന്യായീകരണം. എന്നാൽ നിലവിലെ സാഹചര്യം ഇപ്പോൾ ഫലസ്തീനികളെ കൊന്നൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂട്ടക്കൊല ചെയ്യാൻ വേണ്ടി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ആയുധങ്ങൾ നിർമ്മിക്കുകയും ആ ആയുധങ്ങൾ മുഴുവനും ഫലസ്തീനികൾക്ക് മേൽ പരീക്ഷണം നടത്തുകയും ചെയ്യുമ്പോൾ മുസ്ലിം രാജ്യമായിരിക്കുന്ന UAE പോലുള്ള ഒരു രാജ്യം അത്തരം പ്രവൃത്തി ചെയ്ത രീതികൾ ശരിയല്ല, മാറി നിൽക്കേണ്ടതാണ്. അതിന് UAE പറയുന്ന മറുപടി എന്ന് പറഞ്ഞാൽ തങ്ങൾ ഫലസ്തീനികളെ സഹായിക്കുന്ന രാഷ്ട്രമാണ്. അതോടനുബന്ധിച്ച് പറയുന്നു, ഇപ്പൊ തന്നെ നിലവിലെ സാഹചര്യം നോക്കുന്ന സമയത്ത് ലോകത്തെ ഏറ്റവും കൂടുതൽ ഗസക്കാരെ സഹായിച്ച രാജ്യവും UAE തന്നെയാണ്. അത് ഓരോരോ മേഖല എടുത്തുകൊണ്ട് പറയുന്നു. മാനുഷികമായിരിക്കുന്ന പരിഗണന ഏറ്റവും കൂടുതൽ എല്ലാ കാലത്തും ഫലസ്തീന് വേണ്ടി തങ്ങൾ ചെയ്യാറുണ്ട്. കാരുണ്യമായിരിക്കുന്ന സഹായങ്ങളുടെ ഹസ്തം എല്ലാ ഘട്ടത്തിലും ഈജിപ്ത് വഴി ഗസയിലേക്ക് ഒഴുക്കുന്നതിൽ നല്ലൊരു ശതമാനം UAEയുടേതാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ പറയുന്നുണ്ട് അറേബ്യൻ മേഖലയിൽ ഏറ്റവും കൂടുതൽ സഹായങ്ങൾ നൽകപ്പെട്ട സഹായത്തിന്റെ, ലോകത്തെ എല്ലാ രാജ്യങ്ങളും നൽകപ്പെട്ട സഹായത്തിന്റെ 33% UAEയുടേതാണ് എന്ന് അവിടെ നിന്ന് തന്നെയുള്ള UN നിരീക്ഷകർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായപ്പെട്ടതാണ്. അപ്പൊ അത്രയും വലിയ കാരുണ്യ സഹായങ്ങൾ നൽകുന്ന ഒരു രാജ്യമാണ് UAE. അങ്ങനെയുള്ള ഒരു രാജ്യം ഇവരെ കൊന്നൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇവരുടെ ഭക്ഷണ സംബന്ധമായ മരുന്ന് സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളുമായി എത്തുന്ന വാഹനങ്ങളെ തടയുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന സൈന്യത്തിന്റെ ആ വിഭാഗവുമായി ബന്ധപ്പെട്ട ആയുധ നിർമ്മാണ കമ്പനിയിൽ പണം നിക്ഷേപിക്കുന്ന രീതികൾ ശരിയല്ല. അതിന് ആയുധവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് വേണ്ടിയിട്ടല്ല, തങ്ങളുടെ ആകാശ നിരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട അത്യാധുനികമായിരിക്കുന്ന ആയുധ നിർമ്മാണ കമ്പനിയുമായി ബന്ധപ്പെട്ടാണ് തങ്ങൾ സഹകരിക്കുന്നത് എന്നുള്ള കാര്യമാണ് UAE ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മറുപടി പറയുന്നത്. എന്നാൽ ഇസ്രായേൽ നിർമ്മിക്കുന്ന ആയുധങ്ങളെ പൂർണ്ണമായ രീതിയിൽ വിശ്വസിക്കാൻ പറ്റില്ല എന്ന തരത്തിലുള്ള അഭിപ്രായം ഉയർന്നു വന്നു. ഇവിടെ പേജർ ആക്രമണം ഉണ്ടായതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള പരാമർശം ഇതിനോടനുബന്ധിച്ച് തന്നെ വലിയ രീതിയിൽ ചർച്ചയിൽ വന്നിരിക്കുകയാണ് അന്താരാഷ്ട്ര മേഖലയിൽ തന്നെ. ലെബനാന് പേജർ വിൽപ്പന നടത്തിയത് ഇസ്രായേലാണ്, അത് നേരിട്ടല്ല എന്ന് മാത്രം. അപ്പൊ അതിൽ തന്നെ സ്ഫോടക വസ്തുക്കൾ വെച്ചു, അത് സ്ഫോടനം നടന്നു. 40ഓളം ആളുകൾ കൊല്ലപ്പെടുകയും 200ഓളം ആളുകൾക്ക് പരിക്കേറ്റ പേരും അന്താരാഷ്ട്ര തലത്തിലൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടാണ്. നിരപരാധികളായിരിക്കുന്ന ആളുകൾ കൂട്ടക്കൊലയ്ക്ക് വിധേയമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് ഇസ്രായേൽ നിർമ്മിത പേജർ ആക്രമണത്തിലൂടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതോടനുബന്ധിച്ച് ഖത്തറുമായുള്ള ഒരു പരാമർശം വന്നു. ഖത്തറിൽ ഈ വിഭാഗത്തിൽപ്പെട്ട ഇസ്രായേലിലെ ചാരസംഘടനമായ മൊസാദിന്റെ വിഭാഗങ്ങൾ അവിടെ പ്രവർത്തിക്കുകയും അവരുടെ ആയുധപരമായിരിക്കുന്ന കാര്യങ്ങൾ ഇസ്രായേൽ ചോർത്തിക്കൊടുക്കുകയും ചെയ്ത് 8 പേരോളം പിടിക്കപ്പെടുകയും അവർക്ക് വലിയ രീതിയിലുള്ള ശിക്ഷ ഈ ഖത്തർ നൽകിയതും നമ്മൾക്ക് ഇതിനെ കൂടെ വായിക്കേണ്ടതാണ്. അപ്പോൾ ആയുധപരമായിരിക്കുന്ന കാര്യത്തിൽ പൂർണ്ണമായ രീതിയിൽ വിശ്വസിക്കാൻ വേണ്ടി ഇസ്രായേലിന് പറ്റില്ല എന്ന് ചുരുക്കം. അപ്പോൾ വലിയ രീതിയിലുള്ള ഓഹരി, 30% ഓഹരി എന്ന് പറഞ്ഞാൽ വലിയ സംഖ്യ ഉണ്ടാവും. അത്രയും ഓഹരി അവിടെ നിക്ഷേപിച്ചുകൊണ്ട് അവരിൽ നിന്ന് ഉണ്ടാകുന്ന ആയുധങ്ങൾ വാങ്ങുക അല്ലെങ്കിൽ അതിന്റെ ലാഭങ്ങൾ വാങ്ങുക, ഇത് രണ്ടും നിലവിലെ സാഹചര്യം തെറ്റായിരിക്കുന്ന കാര്യമാണ്. ഒരു നിർദ്ദേശങ്ങളോ ഒരു ഉപദേശങ്ങളോ സ്വീകരിക്കാത്ത രാജ്യമാണ് ഇസ്രായേൽ എന്നതിനാൽ
അവരെ നമ്മുടെ ചതിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതൊന്നും യഥാർത്ഥത്തിൽ UAE സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം കരാറാണ്. അബ്രഹാം കരാറുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായി ഈ കരാർ വ്യവസ്ഥ വേണമെന്ന് പറഞ്ഞ രാജ്യങ്ങളൊന്ന് UAE ആണ്. ആ കരാർ വ്യവസ്ഥ ഇപ്പോൾ തുടരുന്നില്ലെങ്കിൽ പോലും അത് മുഴുവനായിട്ട് തങ്ങൾ ഇല്ലാതാക്കിയിരിക്കുന്നു എന്നുള്ളൊരു പ്രഖ്യാപനമൊന്നും ഇവിടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പലസ്തീന്റെ സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും തങ്ങളുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. അതിന് അവർക്ക് വേണ്ടി എല്ലാവിധ സഹായം ചെയ്യുന്നതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര മേഖലയിൽ പലസ്തീന് വേണ്ടി എല്ലാ കാലത്തും തങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, ഇനിയും സംസാരിക്കുകയും ചെയ്യും. ഈ കാര്യത്തിൽ തങ്ങൾ ഇസ്രായേലിന് എതിരാണ്, ഇസ്രായേലിന്റെ നയനിലപാട് തെറ്റാണ് എന്ന് ഞങ്ങൾ പല ഘട്ടത്തിലും പറഞ്ഞതാണ്, ഇപ്പോഴും അത് പറയുന്നു. അത് ഇതിനെ ബാധിക്കുന്ന UAE ഇസ്രായേലിൽ ആയുധ ഫാക്ടറിയിൽ പണം നിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ബാധിക്കുന്ന ഒരു വിഷയമല്ല എന്നാണ് UAE പറഞ്ഞു വെക്കുന്നത്. എന്നാൽ പ്രതിഷേധത്തിന് യാതൊരു അയവും ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഈ പണം നിക്ഷേപം പിൻവലിക്കണം എന്നുള്ള അഭിപ്രായം ഇപ്പോൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഉയർന്നു വരികയാണ്. നമ്മൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലുമായിട്ട് സഹകരിക്കുന്ന രീതികൾ ശരിയല്ല. ഇവിടെ യുദ്ധങ്ങൾ വിരാമം ഉണ്ടാവട്ടെ, പാലസ്തീൻ സ്വതന്ത്രമാവട്ടെ, എന്നിട്ടാവാം ഇത്തരം കരാർ വ്യവസ്ഥകളൊക്കെ. അതുകൊണ്ട് ആധുനിക AI അധിഷ്ഠിത ഇലക്ട്രോ ഒപ്റ്റിക്കലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആയുധങ്ങളുടെ കമ്പനിയിലാണ് നിക്ഷേപിക്കുന്നത് എന്നൊക്കെ നമ്മൾക്കത് പറഞ്ഞു നിർത്താൻ വേണ്ടി പറ്റും. ആയുധങ്ങളുടെ സാധാരണ ആയുധങ്ങളോ തോക്കുമായിട്ട് ബന്ധപ്പെട്ട കവചിത വാഹനങ്ങളൊന്നും അല്ല വാങ്ങുന്നത് എന്നുള്ളതും ആകാശ നിരീക്ഷണം നടത്താൻ വേണ്ടി മറ്റുള്ള രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന വസ്തുക്കളെ കണ്ടെത്താനുള്ള സംവിധാനത്തിന് വേണ്ടിയാണ് തങ്ങൾ ഈ പ്രവൃത്തി ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് പറഞ്ഞു നിർത്താൻ വേണ്ടി പറ്റുമെങ്കിലും നിലവിലെ വർത്തമാന സാഹചര്യം ഇതിനൊന്നും യോജിച്ച രീതിയിലല്ല. അങ്ങനെ യോജിച്ച ഒരു മേഖല ഉണ്ടാവുന്ന സമയത്ത് മാത്രമാണ് ഇതിന് ഈ അനുമതി നൽകാൻ പറ്റുകയുള്ളൂ എന്ന അഭിപ്രായം യഥാർത്ഥത്തിൽ ഇപ്പോൾ അറേബ്യൻ മേഖലയിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിരിക്കുകയാണ്.